നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൽ എന്തും സംഭവിക്കുന്നത് പെട്ടെന്നായിരിക്കും. പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉണ്ടാകുന്നതും പുതിയ ചേരികൾ ഉടലെടുക്കുന്നതും നേതാക്കൾ തമ്മിൽ ഇണങ്ങുന്നതും പിണങ്ങുന്നതുമെല്ലാം പെട്ടെന്നായിരിക്കും, കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലായിരിക്കും. ഇപ്പോൾ ഇതാ കേരളത്തിലെ കോൺഗ്രസിൽ മറ്റൊരു പ്രതിഭാസം രൂപമെടുക്കുകയാണ്. AICCയിലെ രണ്ടാമനും സർവശക്തനുമായ KC വേണുഗോപാലും ഷാഫി പറമ്പിലും കൈകോർക്കുകയാണ്. അവർ കൈകോർക്കുന്നത് വെറുതെയല്ല, VD സതീശനെതിരെയാണ്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ, കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ അതിശക്തമായ നീക്കങ്ങളിലൂടെ മൂലക്കിരുത്താനുള്ള പരിപാടികളുമായിട്ടാണ് ഷാഫി പറമ്പിലും KC വേണുഗോപാലും കൈകോർക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയതിന് പിന്നിൽ KC വേണുഗോപാലിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ കേട്ടിരുന്നു. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്നുള്ള നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം KC വേണുഗോപാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോഴാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ വിളിച്ച് നിയമസഭയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കാരണവശാലും രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന ഉറച്ച വാശിയിലായിരുന്നു. എന്നാൽ ആ വാശി ഒന്ന് കാണണമെന്ന് KC വേണുഗോപാലും തീരുമാനിച്ചു. തന്നെ ബന്ധപ്പെട്ട ഷാഫി പറമ്പിലിനോട് KC പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനോട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറയാനായിരുന്നു. VD സതീശന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് അടിക്കുന്നത് പോലെയായി അത്. ഷാഫി മാങ്കൂട്ടം സഖ്യം KC വേണുഗോപാലുമായി കൈകോർക്കുന്നു എന്ന് സതീശന് നേരത്തെ തന്നെ വിവരം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ കടുത്ത നടപടികൾക്കായി VD സതീശൻ വാദിച്ചതും. തനിക്കെതിരെ ഷാഫിയും മാങ്കൂട്ടത്തിലും KC വേണുഗോപാലിനൊപ്പം നീങ്ങുന്നു എന്നുള്ള സൂചന കിട്ടിയതിനെ തുടർന്ന് ഒരു കാരണവശാലും ഇനി ഷാഫിയെയും മാങ്കൂട്ടത്തിനെയും വച്ചുപറിപ്പിക്കാൻ കഴിയില്ല എന്ന് VD സതീശൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ലൈംഗികാരോപണം ഉയർന്നു വന്നപ്പോൾ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നുമുള്ള നിലപാട് VD സതീശൻ കൈക്കൊണ്ടത്രേ. ഇതോടുകൂടി KC വേണുഗോപാലും VD സതീശനും രണ്ടറ്റങ്ങളിലായി. ഷാഫിയും മാങ്കൂട്ടത്തിലും KCയുടെ ഇടത്തും വലത്തും നിന്നപ്പോൾ പിന്നെ സതീശന് കീഴടങ്ങുക എന്നത് മാത്രമേ നിർവാഹമുണ്ടായിരുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയപ്പോൾ സതീശന് ഒന്നും പ്രതികരിക്കാൻ കഴിയാതിരുന്നത്. VD സതീശനെ മൂലക്കിരുത്താനുള്ള ദൗത്യവുമായാണ് ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കത്തിൻ്റെ സൂചനയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ ഏറ്റവും അധികം ചരട് വലിച്ചയാൾ KC വേണുഗോപാലായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് KCയും സതീശനും തമ്മിൽ ഉടക്കിയെന്ന് മാത്രമല്ല, അവർ അടുക്കാനാവാത്ത വിധം അകലുകയും ചെയ്തു. അതോടുകൂടിയാണ് സതീശൻ വിരുദ്ധരെല്ലാം KCയുടെ പാളയത്തിൽ നിലയുറപ്പിച്ചത്. ഷാഫി പറമ്പിലും VD സതീശനും തമ്മിൽ തെറ്റിയപ്പോൾ ഷാഫിയും KCയുടെ പാളയത്തിലേക്ക് പോയി. ഷാഫി KCയുടെ പാളയത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ഷാഫിയുടെ വാലായ മാങ്കൂട്ടത്തിൽ പിന്നെ KCക്ക് പോകുമ്പോൾ അതൊന്നും വൃത്തിയില്ലല്ലോ. അങ്ങനെ മാങ്കൂട്ടത്തിലും KC വേണുഗോപാലിൻ്റെ ആളായി. താൻ വളർത്തിക്കൊണ്ടുവന്ന, താൻ തന്നെ MLA ആയി മത്സരിപ്പിക്കാൻ പാലക്കാട് സീറ്റ് കൊടുത്ത, താൻ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാരവച്ച് KCയുടെ പക്ഷത്തേക്ക് പോയതിൽ VD സതീശൻ അതീവ ക്രുദ്ധനായിരുന്നു. അതാണ് കിട്ടിയ അവസരത്തിൽ രാഹുലിനെ അദ്ദേഹം അടിച്ചു വീഴ്ചത്. ഏതായാലും KC വേണുഗോപാലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൈകോർത്ത് നിന്ന് VDക്കെതിരെ തിരിയുമ്പോൾ VDയുടെ നിസ്സഹായരായി ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. കഴിഞ്ഞ സഭയിൽ കണ്ടതുപോലും അങ്ങനെയാണ്. VD സതീശന്റെ തീരുമാനത്തിന് എതിര് നിൽക്കുന്ന നേതാക്കളെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. KC വേണുഗോപാൽ VDക്ക് എതിരാണെന്ന് വന്നതോടെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പതിയെ VDയുടെ അടുത്തു നിന്നും അകന്നു മാറാൻ തുടങ്ങി. ഏതായാലും ഷാഫി KC രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട് VD സതീശനെതിരെ അതിശക്തമായി തിരിയുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഇനി എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലാണ്. KCയും ഷാഫിയും കൈകോർക്കുമ്പോൾ അത് കോൺഗ്രസിലെ വലിയ ഒരു ശാക്തി കച്ചേരിയായി മാറുമെന്ന കാര്യം ആർക്കും തർക്കമില്ല. അവർ തിരിയുന്നത് VD സതീശനെതിരെയാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ അവസാനിക്കാത്ത യുദ്ധങ്ങളുടെ തുടക്കമാവുകയും ചെയ്യും.